നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പുറത്തുനിന്ന് കിരൺ ഓടി അകത്തേക്ക് വന്നു. നേരെ കട്ടിലേക്ക് ഒറ്റ ചാട്ടമായിരുന്നു. ശ്രീയമ്മയുടെ ഇമോഷണൽ ഡ്രാമ കഴിഞ്ഞു. ഇനി തന്റെ വക പടക്കളത്തിന് തീ കൂടി കൊളുത്തണം. അതായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം. ശ്രീയമ്മ വിഷമായോ? ആ മാധവി ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പറയുന്നതിനിടയ്ക്ക് ശ്രീയെ നോക്കിയൊന്ന് കണ്ണി ചിമ്മിക്കൊണ്ട് കിരൺ ജാനിയൊന്ന് പാളി നോക്കി. പുരികം കൂർപ്പിക്കുന്നുണ്ട്. പക്ഷെ എക്സ്പ്രഷൻ കുറെ കൂടി വരാനുണ്ട്. എന്നാലും ഞാൻ താഴേക്ക് വാ. മിക്കവാറും കാവ്യനില ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോന്നാ തോന്നുന്നു. എന്താ മോനു? കിരൺ നോക്കി ശ്രീ കള്ളച്ചിരിയോട് ചോദിച്ചു. അല്ല, നമ്മുടെ പിള്ളേർ കഴിക്കാൻ ഡൈനിങ് ടേബിൾ വന്നിരുന്നാ? നിലമോള ആ മാധവി ആന്റി ഓരോന്ന് കുത്തി കുത്തി പറയുന്നുണ്ട്. പാവം, ഇങ്ങോട്ട് വരാൻ തോന്നി നിമിഷത്തോളം ശപിക്കുന്നുണ്ടാവും. ആണോ? എന്താടാ അവര് പറഞ്ഞേ? ശ്രീ കിരണിനോടായി ചോദിച്ചു. ഞാൻ ഇത്രയും നേരം പുറത്തേക്കുമായിരുന്നല്ലോ, അപ്പൊ കേട്ടതാ. വീട്ടുകാരെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശിവനാഥങ്ങൾ പറയുന്ന കേട്ടു. മുകുന്ദൻ അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്നോ അതിന്റെ അധികാരത്തിലാണ് അവൾ ഇന്നലെ അവൻ വഴക്ക് പറഞ്ഞെന്നൊക്കെ. അപ്പൊ അവര് പറയുന്ന കേട്ടു. കണ്ണി കണ്ടമാരുടെ കുടുംബത്തിൽ പറഞ്ഞ നമ്മുടെ ചെക്കനെ തെറി വിളിക്കാൻ കാരണം നിലയാണെന്ന്. അവളോടുള്ള ദേഷ്യം ഇവന്നലെ കാണിച്ചെന്ന്. കഷ്ടം. ഇത്രയും പറഞ്ഞ് കിരൺ ജാൻ ഒന്നുകൂടി നോക്കി. ചുണ്ട് കടിച്ച് പിടിക്കുന്നുണ്ട്. നല്ലപോലെ ഏറ്റ ലക്ഷണം കാണുന്നുണ്ട്. ജാൻ ഒറ്റ ചാടത്തിന് ബെഡിൽ നിന്നും താഴെ ഇറങ്ങി. മമ്മ, എനിക്ക് വിശക്കുന്നു, താഴെ പോവാം. കിരൺ വാടാ. അവന്റെ പെട്ടെന്നുള്ള മാറ്റം കാണി ശ്രീ ഒന്ന് പകച്ചു. ഉണ്ണിക്കുട്ട, ആർക്കും മറുപടി കൊടുക്കാൻ നീ ആളല്ല. ശിവേട്ടന്റെ മുഖം നമ്മൾ നോക്കണം. എല്ലാവരും നമ്മുടെ അതിഥികളാ. മമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. കയ്യാങ്കളിയോ വാക്കുതർക്കോ ഇനി വേണ്ട. ശ്രീ ഒരിക്കൽ കൂടി അവനെ ഓർമ്മിപ്പിച്ചു. ഇല്ല, പക്ഷേ എനിക്ക് അവകാശപ്പെട്ടവരോട് ഞാനത് കാണിക്കും. അതാര അതിഥികൾ ഇവന് അവകാശപ്പെട്ടവര്? ഓർത്തുകൊണ്ട് കിരൺ പുറകെ നടന്നു. പിന്നെയൊന്നും നോക്കിയില്ല. വാളും പരിചയം ഇല്ലെന്ന് കുറവ് മാത്രമേ ഉള്ളൂ. വീരശൂര പരാക്രമികൾ താഴേക്ക് ഉറപ്പിട്ടു. സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴി ശ്രീ കിരണിന് ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കാൻ മറന്നില്ല. അവനും ശ്രീക്ക് നേരെ മുത്തം കയ്യിലെടുത്ത് വാരി എറിഞ്ഞു. അടുക്കളയിൽ തിരക്കിയിട്ട് ഭക്ഷണം തയ്യാറാക്കിയാണ് തുളസി. രാവിലെ അല്പം നേരത്തെ അവർ എഴുന്നേറ്റു. കാരണം തറവാട് വൃത്തിയാക്കാൻ വരുന്ന വല്യമ്പൂരിയുടെ ചിങ്കിടിമാർക്ക് 3 നേരം ഭക്ഷണം തയ്യാറാക്കണം. എല്ലാ കൊല്ലവും ഉള്ളതാണ്. അരിഞ്ഞു പെറുക്കാനും മറ്റും ഭദ്രയും കൂടാറുണ്ട്. പക്ഷേ അധിക സമയോട് നിൽക്കാറില്ല ഭദ്ര. കാരണം വൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാനും മറ്റു വരുന്ന ആ നാരികളുടെ നോട്ടമൊന്നും താങ്ങാൻ അവർക്ക് കഴിയില്ല. പ്രായമായിട്ടും വടിവത്ത ശരീരമാണ് തുളസിയുടേത്. അതിന് കൽപ്പനയുടെ കളിയാക്കൽ വേറെ. ആണൊരുത്തന്റെ കൂടെ കഴിയാനോ പെറാനോ ഒന്നും യോഗമില്ലല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. തടിച്ചുരുണ്ട സ്വന്തം ശരീരം കാണുമ്പോഴുള്ള ചുരുക്ക് തുളസിയിലും ഭദ്രയിലും എന്തിന് നീലാംബരിയിൽ വരെ അവർ തീർക്കും. ഇപ്പോഴും വിറകടുപ്പ്, അമ്മിക്കല്ല്, ആട്ടുകല്ലൊക്കെയാണ് തറവാട്ടിൽ ഉപയോഗിക്കുന്നത്. ഒരു നേരിയത് മുണ്ടും ബ്ലൗസും മാത്രമാണ് തുളസിയുടെ വേഷം. തോർത്തുമുണ്ട് അഴിച്ചു വെച്ച് സ്വന്തം പണികൾ വേഗത്തിൽ തീർക്കുകയാണ് തുളസി. തളർന്നു എന്ന് തോന്നിയപ്പോൾ കൂജയിൽ നിന്ന് അല്പം വെള്ളം മൺഗ്ലാസിലേക്ക് പകർത്തി ഉയർത്തി കുടിക്കുന്നതിനിടയിൽ ആരോ പുറകിലൂടെ തുളസിയുടെ നഗ്നമായ ഇടുപ്പിലായി കൈവച്ച് അവരൊരു പിറപ്പോടെ തിരിഞ്ഞു നോക്കി. കാവ്യവസ്ത്രം ധരിച്ച ഒരുത്തൻ. 30-നടുത്ത് പ്രായമേ ഉള്ളൂ. കുളം വൃത്തിയാക്കാൻ വന്നവരിൽ ആരോ ആണ്. പേര് വിഷ്ണു. എന്താ, എന്തു വേണം? തുളസി അപ്രാളത്തോടെ ചോദിച്ചു. നീ വാലിക്കാരിയാണോടി? അടിമുടി ഒഴിഞ്ഞുകൊണ്ടുള്ള ചോദ്യം. ഒപ്പം അവന്റെ കണ്ണുകൾ തുളസിയുടെ മാറിടത്തിൽ ഉടക്കി നിന്നു. അടുക്കളയിൽ കിട്ടിയ ചെറിയ അയയിൽ തൂക്കിയിട്ടിരിക്കുന്ന തോർത്തുമുണ്ടെടുത്ത് മാറിലൂടെ ചുറ്റി അവരവനെ രൂക്ഷമായി നോക്കി. എടീന്നോ, നിന്റെ തള്ളയുടെ പ്രായണ്ടടാ എനിക്ക്. നിനക്കെന്താ വേണ്ടത്? പതർച്ച പാടെ ഉപേക്ഷിച്ച് തുളസി അവനെ നോക്കി ചോദിച്ചു. അത്രയൊക്കെയുണ്ടോ പ്രായം? കണ്ടാ തോന്നില്ല കേട്ടോ. ഞാൻ പുതിയ ആളാ, ആദ്യമായിട്ടാ ഇവിടെ. ഈ തറവാട്ടിൽ നല്ല ചരക്കുകൾ വേറെ ഉണ്ടെന്ന് കൂടെയുള്ളവർ പറഞ്ഞിരുന്നു. അപ്പൊ ഒന്ന് കാണാൻ കൊതിമൂത്ത് വന്നതാ. ബാല്യക്കാരി ഇങ്ങനെയാണെങ്കിൽ വീട്ടുകാരി എങ്ങനെയായിരിക്കും? അവന്റെ വശ്യം നിറഞ്ഞ ചോദ്യം തുളസി ഒന്ന് പുച്ഛിച്ചു. കൂടെയുള്ളവർ വേറൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ആദ്യം നീ വന്നുവിട്ട് എവിടെയാണെന്നൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് മതി നിന്റെ പ്രസംഗം. കുളം വൃത്തിയാക്കുമ്പോഴേ കാല് വഴുതരുതെന്ന് പ്രാർത്ഥിച്ചേക്കാ നീ. തുളസി വാശിയോടെ പറഞ്ഞു. അത്രമേൽ ഉറപ്പുള്ള താക്കീതിന്റെ സ്വരം. പൂണൂല് ധരിച്ച ബ്രാഹ്മണനാണിടി ഞാൻ. നിന്റെ വിരട്ടകം മറ്റാരുടെങ്കിലും ആയിക്കോ. ഈ വിഷ്ണുവിനോട് വേണ്ട. ഇവിടുന്ന് പോകും മുന്നേ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണണം. എന്നാ വരട്ടെ ബാല്യക്കാരി. ഇരുത്തി പറഞ്ഞ് അയാൾ അകത്തേക്ക് നടന്ന് മറഞ്ഞു. തുളസിയുടെ കണ്ണുകളും നിറഞ്ഞു. തോർത്തുമുണ്ണിന്റെ തലപ്പുകൊണ്ട് അവർ സ്വന്തം കണ്ണുകൾ അമർത്തി തുടച്ചു. സ്ത്രീകളെ സംരക്ഷിക്കുന്ന പുരുഷന്മാർ ഈ ലോകത്തുണ്ടോ? ഏതായാലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഒരു ദീർഘശ്വാസം എടുത്ത് അവർ അടുപ്പത്ത് തിളക്കുന്ന സാമ്പാറിലേക്ക് തവിയിട്ട് ഇളക്കി. ഡൈനിങ് ഹാളിലെത്തി ജാനെ കണ്ട് കനകവും ശിവനാഥ് മേനോനും ജയേന്ദ്രനും കണ്ണുമിഴിച്ചു. ഇതെങ്ങനെ സാധിച്ചു എന്നറിയാതെ അവർ പരസ്പരം നോക്കി. ജാനെ കണ്ടതും കാവ്യ നിലയും ബഹുമാനത്തോടെ എഴുന്നേറ്റു. അവൻ രണ്ടാളെയൊന്നും മാറി മാറി നോക്കി. വലതു കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും താഴ്ത്തിക്കൊണ്ട് അവൻ ഇരിക്കാനായി ആംഗ്യം കാണിച്ചു. അടുത്തടുത്തായി ഇരിക്കാനൊരുങ്ങിയ കാവ്യയെ നീലാംബരിയുടെ അടുത്തേക്ക് വന്ന് കാവ്യയോട് തൊട്ടടുത്ത ചെയറിൽ മാറിയിരിക്കാൻ പറഞ്ഞവർ. എന്നിട്ട് അവർക്ക് നടുക്കായി ജാൻ കയറിയിരുന്നു. ജാന്റെ പ്രവൃത്തി കണ്ട് ആവണിക്ക് ചോര തിളച്ചു കയറി. ജാനായി തയ്യാറാക്കിയ സ്പെഷ്യൽ സ്മൂത്തിയുമായി ഷെഫ് വന്നപ്പോൾ അവന് തിരികെ കൊണ്ടുപോകാൻ ആംഗ്യം കാട്ടി.
എന്നും ഡയറ്റ് നോക്കി ഫുഡ് കഴിക്കുന്നവൻ കാസറോളിൽ നിന്ന് ചൂട് ദോശ സ്വന്തം പ്ലേറ്റിൽ വെക്കുന്ന കണ്ട കനകം വായ തുറന്നിരുന്നു പോയി. ശിവനാഥ് മേനോൻ സ്ത്രീയെ നോക്കി. അവരയാളെ കണ്ണു ചിമ്മി കാണിച്ചു. മമ, കിരൺ, വൈ ആർ യു ബോസ് സ്റ്റാൻഡിങ് ദേർ? കഴിക്കുന്നില്ലേ? ജാൻ ചോദിച്ചപ്പോൾ ബോധം വന്ന പോലെ സ്ത്രീ നിലയുടെ അടുത്ത് കിടന്ന് ചെയറിലിരുന്നു. കിരൺ കാവിയുടെ അപ്പുറത്തിരുന്നു. കാവി നിലയെ അന്തം വിട്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ പ്ലേറ്റുകളിൽ നിന്ന് ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഒരുപാട് വിഭവങ്ങൾ: ദോശ, ഇഡ്ഡലി, അപ്പം, വെജ് കുർമ, സാമ്പാർ, ചട്നി, അങ്ങനെ അങ്ങനെ. ജാൻ നിലയെയും കാവ്യയും മാറി മാറി നോക്കി. അപ്പോൾ അവർ നോക്കി പുച്ഛിക്കുകയാണ് മാധവി. അത് കണ്ടുകൊണ്ടാവണം ജാൻ കാസറോൾ തുറന്ന് 2 ദോശ വീതം സ്റ്റീൽ ടോങ് ഉപയോഗിച്ചെടുത്ത് നിലയുടെയും കാവ്യയുടെയും പ്ലേറ്റിലേക്ക് വെച്ചു. കിരൺ കാവ്യക്ക് കറിയൊഴിച്ചു കൊടുത്തു. ജാൻ അവനെടുത്ത ചട്നി തന്നെ നിലയുടെ പ്ലേറ്റിൽ വിളമ്പി. അപ്പോഴും കണ്ണുമിഴിച്ചിരിക്കുകയാണ് നില. ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം സീയിങ് ദോശ? നിലയെ നോക്കി ജാൻ പതിയെ ചോദിച്ചു. എന്താ? അവളത് കേട്ടിരുന്നില്ല. നീ ആദ്യമായിട്ടാണോ ദോശ കാണുന്നെന്ന്? അല്ല. പിന്നെ നോക്കിയിരിക്കാതെ കഴിക്കുക. ഷൂട്ടിപ്പോൾ തുടങ്ങും. പിന്നീട് വിശക്കുന്നു എന്ന് പറഞ്ഞ് നടന്നാ ഞാൻ നിന്നെ ഓഫീസിൽ പറഞ്ഞുവിടും. യു വോണ്ട് ബി ഓൺ ദിസ് ടീം എനിമോർ. മനസ്സിലായോ? അന്ത് വിട്ട് അവന്റെ പ്ലേറ്റിലും സ്വന്തം പ്ലേറ്റിലേക്ക് മാറി മാറി നോക്കുന്നവളെ നോക്കി ഒരിക്കൽ കൂടി അവൻ ചോദിച്ചു. മനസ്സിലായോ ഒന്ന്? ആയി സർ. കഴിക്ക്. അവൾ വേഗം ദോശ കഴിക്കാൻ തുടങ്ങി. പേടിയോടെ വേഗത്തിൽ ദോശ മുറിച്ച് ചട്നിയിൽ മുക്കി കഴിക്കുന്നവളെ ജാൻ ചെറു ചിരിയോടെ നോക്കിയിരുന്നു. ആകെ 3 വിരൽ മാത്രമാണ് അവൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു പിങ്ക് നൈറ്റ് സ്യൂട്ടാണ് വേഷം. ഷർട്ടും പാന്റും. നീലാംബരി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വസ്ത്രത്തിൽ കാണുന്നത്. മുടി മൊത്തത്തിൽ മുകളിൽ ചുറ്റിയൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. നീളം കുറഞ്ഞ കുറച്ച് മുടികൾ നെറ്റിയിലൂടെ വീണ് കിടക്കുന്നു. അതിൽ കുറേയൊക്കെ ചെവിക്ക് പുറകിലേക്ക് മാടിയൊതുക്കി വെച്ചിട്ടുണ്ട്. വേഗം കഴിച്ചുകൊണ്ടാവണം അവൾക്ക് 1-2 വട്ടം ഇക്കിളെടുത്തു തുടങ്ങി. ഒന്നും നോക്കാതെ ഇടത് കൈ കൊണ്ട് സ്വന്തം ഗ്ലാസ് അവൾക്ക് നേരെ നിരക്കി വെച്ച് അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവൾ ആ ഗ്ലാസ് വെള്ളം എടുത്ത് 1-2 ഇറക്കി കുടിച്ച ശേഷം തിരികെ വെച്ച് അതേ ഗ്ലാസ് വെള്ളം തന്നെ ജാനെടുത്ത് അവളെ നോക്കി ആസ്വദിച്ച് കുടിക്കുന്നുണ്ടതും ആവണി അവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങി. അവന്റെ നോട്ടം കാണെ നിലയുടെ കണ്ണൊന്നും ഇഴിഞ്ഞു വന്നു. ശ്രീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആവണി തന്റെ മുമ്പിലായിരുന്നു ഫുഡ് കഴിക്കുന്ന ജാനെ ആർത്തിയോടെ നോക്കുകയാണ്. വളരെ സാവകാശം ചെറിയ കഷ്ണം ദോശ ചട്നി മുക്കി മെല്ലെ കഴിക്കുകയാണ് അവൻ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ നോട്ടം നീലാംബരിയിലേക്ക് പാളി വീഴുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചെയറിൽ ചാരി അവളുടെ മുടിയിലും മുഖത്തും കൈകളിലൊക്കെ നോക്കുന്നുണ്ട് അവൻ. അവൾ കഴിക്കുന്നത് നോക്കി അവൻ ചുണ്ട് നനയ്ക്കുന്നതും പുഞ്ചിരിക്കുന്നതൊന്നും ആവണിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്നവന്റെ നോട്ടം തന്നെ നേരെയാണെന്ന് മനസ്സിലായതും നില വേഗം താൻ കഴിച്ച പ്ലേറ്റുമെടുത്ത് കിച്ചണിലേക്ക് ഓടാൻ തുടങ്ങി. വഴിയിൽ വെച്ച് തന്നെ ഒരു സെർവന്റ് അവളുടെ കയ്യിൽ നിന്നത് വാങ്ങി വാഷ്റൂമിൽ പോയി കയ്യും കഴുകി അവൾ വേഗം ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. 10 മണിയോടെ നാദ പാരൽസിന്റെ പുതിയ ടീം മെമ്പേഴ്സ് എല്ലാവരും മാൻഷനിലെത്തിയിരുന്നു. വന്നപാടെ അവരവരുടെ പണിയും തുടങ്ങി. മോഡൽസിന്റെ കോസ്റ്റ്യൂം, മേക്കപ്പ്, കോസ്മെറ്റിക്സും എല്ലാം മാൻഷന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഔട്ട് ഹൗസിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മോഡൽസിന്റെ താമസവും ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് അതിനുള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. നീലാംബരിയും കാവ്യം മാൻഷനിൽ തങ്ങിയ വിവരം മാനേജർ അശോകൻ വഴി കീർത്തൻ അറിഞ്ഞു. കീർത്തനക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജാൻ ഗസ്റ്റ് റൂമിൽ കയറിയതും ജഗ് പൊട്ടിച്ചതും നീലാംബരിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ അശോകൻ പറയുന്നതിൽക്കെ നീലാംബരിയുടെ അവസ്ഥയോർത്ത് കീർത്തന സന്തോഷിച്ചു. പക്ഷെ കീർത്തനെ വിഷമിപ്പിച്ച് മറ്റൊന്നായിരുന്നു. ജാന്റെ ഭാവിവധുവാണ് കുട്ടി നിക്കറിട്ട് നടന്നു വരുന്ന ആ പെൺകുട്ടി എന്നറിഞ്ഞപ്പോൾ കീർത്തന ആവണിയെ കണ്ണും തള്ളി നോക്കി നിന്നുപോയി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടി എന്ന് പറയും പോലെ കീർത്തനക്ക് കമ്പനിയായി അമലയുണ്ടായിരുന്നു. കീർത്തനയുടെ എരിയുന്ന മനസ്സിലേക്ക് അമല ഉള്ളിലൊളിപ്പിച്ച സന്തോഷത്തോടെ എണ്ണ കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. മാൻഷനിലെ ഗാർഡനിലിരിക്കുകയാണ് ജാനും കിരണും. ഇന്നത്തെ ഷൂട്ടിന്റെ സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്യാണ് ജാൻ. ഗാർഡനോട് ചേർന്ന് അല്പം മാറി ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അവിടെ വെച്ച് നടക്കാൻ പോകുന്ന ഷൂട്ടിന് വേണ്ട ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെക്ക് ചെയ്യണം മറ്റ് സ്റ്റാഫുകൾ. പെട്ടെന്നാണ് മാൻഷന്റെ മുന്നിൽ ഒരു ബ്ലാക്ക് ജാഗൂർ കാർ വന്നു നിന്നത്. അശോകൻ അവിടേക്ക് ഓടിച്ചെന്നു. ഒപ്പം ലൂക്കയുണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ജിമ്മിൽ പോയി ഉയരമുള്ള അത്യാവശ്യം ഉറച്ച ശരീരവുമായി ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. ലൂക്ക ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ചു. മൈ ബോയ്, എത്ര നാളായി കണ്ടിട്ട്. അവർ രണ്ടാളും പരിസരം മറന്ന് ചുംബിച്ചു. അപ്പോഴേക്കും ആളിനെല്ലാവർക്കും മനസ്സിലായിരുന്നു പ്രേം ശ്രീവാസ്തവ്, ലിവിംഗ് പാർട്ണറായ ലൂക്കയുടെ പ്രിയപ്പെട്ട പ്രേം. അത്യാവശ്യം ഫേമസ് ആയ തിരക്കുള്ള ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് പ്രേം. ലൂക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രേം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർ തമ്മിലുള്ള ബന്ധവും അറിയാം. പ്രേം, ചൈതന്യം എത്തിയിട്ടില്ലേ? ലൂക്ക ആശങ്കയോടെയാണ് ചോദിച്ചത്. പ്രേമിന്റെ ഫ്രണ്ടാണ് ആക്ട്രസ് ചൈതന്യ മേനോൻ. അങ്ങനെയാണ് ലൂക്കും ചൈതന്യ പരിചയം. അതുകൊണ്ട് തന്നെയാണ് ലൂക്ക മോഡൽ സ്ഥാനത്തേക്ക് ചൈതന്യെ റെക്കമെൻഡ് ചെയ്തു. അപ്പോഴേക്കും കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്ന് ചൈതന്യ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വടിവത്ത ആകാര ഭംഗിയോടുകൂടിയ സുന്ദരി. ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്ത ബോഡിയും സ്കിൻ ടോണുമായതിനാൽ തന്നെ ചൈതന്യെ കാണാൻ യഥാർത്ഥ പ്രായത്തേക്കാൾ ചെറുപ്പം തോന്നിക്കുമായിരുന്നു. നിറഞ്ഞ പുൻസിരിയോടെ ലൂക്ക ചൈതന്യെ നോക്കി. ഹായ് ബ്യൂട്ടി. ചൈതന്യയും ലൂക്കയും പരസ്പരം ഹഗ് ചെയ്തു. ഞങ്ങളെല്ലാവരും ഇന്നലെ മുതലേ വെയിറ്റ് ചെയ്യാം. എന്താ ഡാർലിംഗ് ഇന്നലെ വരാണ്ടിരുന്നേ? യു നോ, ഇന്നലെ ആഫ്റ്റർനൂൺ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആവശ്യത്തിന് ഡേ ലൈറ്റ് കിട്ടി.
ലൂക്ക് പറയുമ്പോൾ ചൈതന്യ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് കേട്ടെന്ന് അവൾ ചുറ്റും നോക്കി കാണുകയായിരുന്നു. തന്റെ ചുറ്റിലെ ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന വലിയ മാൻഷനും പരിസരവും എല്ലാം. ലൂക്ക, ഇതാരുടെ ഈ മാൻഷൻ? കണ്ണിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റിക്കൊണ്ട് ആർത്തിയോടെ ചുറ്റും നോക്കുന്ന ചൈതന്യെ നോക്കി ലൂക്ക് ഒന്ന് അല്പം പകച്ചു. കാരണം പണത്തിന്റെ പുറകെ പോകുന്നവളാണ് ചൈതന്യ. പണച്ചാക്കുകളായ പുരുഷന്മാർ അല്ല, കിളവന്മാരായാൽ കൂടി ഒന്നും നോക്കാതെ അവരെ വളച്ച് കുപ്പിയിലാക്കും. കുറെ നാൾ അവരോടൊപ്പം കറങ്ങി നടന്ന് ഒപ്പിക്കേണ്ടതൊക്കെ ഒപ്പിക്കും, പിന്നെ അടുത്തവനെ തേടി പോകും. ഇനിയിപ്പോ പണമില്ലാത്തവനായാലും കാണാൻ കൊള്ളാവുന്ന പയ്യന്മാർക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് 1 നൈറ്റ് സ്റ്റാൻഡിന് വരെ തയ്യാറാവും. അതാണ് കക്ഷി. ലൂക്ക, എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇവര് എറണാകുളത്തുള്ള പുതിയ ടീമാണോ? അല്ല, ഞാൻ അറിയാത്ത പോലെ പുതിയ ബിസിനസ്സുകാർ വല്ലതും ആണെന്ന് അറിയാനാ? കണ്ണിലെ തിളക്കവും വാക്കുകളിൽ ആർത്തിയും ഒരിക്കൽ കൂടി ലൂക്കയെ ഭയപ്പെടുത്തി. എന്റെ പൊന്നു ചൈതന്യെ, നിനക്ക് അറിയാവുന്നവര് തന്നെയാ. മേനോൻസ് ഫാമിലിയെ പറ്റി കേട്ടിട്ടില്ലേ നീ? ഇത് അവരുടെ വീടുകളിലൊന്നാ. ലൂക്ക പറയുന്ന കേട്ട് ചൈതന്യ കണ്ണൂർപ്പിച്ചു. ഓ, മേനോൻസ് എനിക്കറിയാം. ഒരു പുച്ഛത്തോടെ ചൈതന്യം പറഞ്ഞു. ശിവനാഥ് മേനോനെയും ജയേന്ദ്ര മേനോനെയും കുറിച്ചൊക്കെ അവൾ കേട്ടിട്ടുണ്ട്. കാരണം തന്നോടെന്നല്ല, ഒരു സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടാത്ത ടീമുകളാണ്. ഈ ഓൾഡ് പീസൊക്കെ മോഡലിംഗ് രംഗത്ത് എന്തുണ്ടാക്കാനാ? ഞാൻ പണ്ടേ പറയാറുള്ള പ്രേം നിന്നോട്, ഇങ്ങനെയുള്ള ബോറിംഗ് പരിപാടിക്ക് എന്നെ കൊണ്ടുവരരുതെന്ന്. വീണ്ടും പുച്ഛം വാരി വിതറുകയാണ് ചൈതന്യ. അപ്പോഴേക്കും പ്രേം അവർക്കരികിലേക്ക് എത്തിയിരുന്നു. ലൂക്കയുടെ തോളിലൂടെ കൈ ചുറ്റി അയാളോട് കൂടുതൽ അടുത്തുകൊണ്ട് പ്രേം പറഞ്ഞു. അത് ചൈതന്യ കുറെ നാൾ നാട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാത്ത. ഇപ്പൊ ഓൾഡ് പീസൊക്കെ റെസ്റ്റില്ല. അടുത്ത തലമുറ ബിസിനസ് ഏറ്റെടുത്തു. ദേ വരുന്നു ആദ്യത്തെ ആള്. നിറഞ്ഞ പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നു വരുന്ന കിരണിനെ നോക്കി പ്രേം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുടി മാടി പുറകിലേക്ക് ഒതുക്കി വെയിൽ കൊള്ളാതിരിക്കാൻ തൊപ്പി തലയിലേക്ക് വെച്ച് നടന്നു വരുന്ന കിരണിനെ നോക്കി ചൈതന്യ കണ്ണുമിഴിച്ചു. ഓഹ്, കൊള്ളാം. ഇവനൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം? ചൈതന്യയുടെ കണ്ണുകൾ തിളങ്ങി. പ്രേമിന് നേരെ കൈ നീട്ടി ഷെയ്ഖാൻ്റെ അടുത്തുകൊണ്ട് കിരൺ ചൈതന്യക്ക് നേരെയും കൈ നീട്ടി. ഹായ്, ഐ ആം കിരൺ. അവന്റെ കൈകൾ തട്ടി മാറ്റി ചൈതന്യ അവനെ കെട്ടിപ്പിടിച്ച്. ഹായ് കിരൺ, നൈസ് ടു മീറ്റ് യു. കിരണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൊള്ളാം, നല്ല എനർജി കിട്ടി. ഫോട്ടോഷൂട്ട് കുറെ കൂടി നീട്ടി വെക്കണം. ഒരു മാസം, ഇല്ലേലും ഒരു 6 മാസം. കിരൺ മനസ്സിലായി ഓർത്തും അവന്റെ മനസ്സ് വായിച്ച പോലെ ലൂക്ക ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരി കടിച്ചമർത്തി. ഓ, അപ്പൊ മേനോൻസിന്റെ ബിസിനസ് ഏറ്റെടുത്ത ആള് കിരണാണല്ലേ? ഞാൻ ഒരുപാട് കേട്ടിരുന്നു കിരണിനെ പറ്റി. തന്റെ കഴിവിനെ പറ്റിയും ഗ്ലാമറിനെ പറ്റിയൊക്കെയാ പുറത്ത് സംസാരം. ചൈതന്യ തള്ളിമറിച്ചു. എന്നെ പറ്റിയെന്നവൾ കിരൺ സ്വയം കൈകൾ തന്നെ നേർക്ക് തന്നെ തിരിച്ചു പിടിച്ച് കണ്ണുമിഴിച്ച് നിന്നു. ഇതൊക്കെ എപ്പോ? ഓ ഗൈസ്, ഓക്കെ ലീവ് ഇറ്റ്. ടൈം പോകുന്നു, വാ നടക്ക് ചൈതന്യ. ഇന്ന് റെയിൻ അലേർട്ട് ഉണ്ട്, എപ്പോഴാ മഴ പെയ്യുന്നെന്ന് അറിയില്ല. ഡേലൈറ്റ് പോകും മുമ്പ് ഷൂട്ട് തുടങ്ങണം, വാ. ലൂക്ക ചീരി അടക്കി പിടിച്ച് ഇത്രയും പറഞ്ഞ് ചൈതന്യ വല്ലവിധനെ കിരണിന്റെ അടുത്തുനിന്ന് മുന്നോട്ട് നടത്തിച്ചു. ഓ ലൂക്ക, എന്റെ കൈ വേദനിക്കുന്ന, എന്റെ ഫീട്ട്. ലൂക്ക, ഒരു കാര്യം കൂടി. അപ്പൊ നീയാന്ന് പറഞ്ഞ 1 മിസ്റ്റർ ജെ അതാരാ? കിരണിന്റെ അസിസ്റ്റന്റ് ആണോ? ചൈതന്യക്ക് വീണ്ടും സംശയങ്ങളാണ്. അല്ല, കിരണിന്റെ അപ്പനാ. പെണ്ണും പിള്ളക്ക് എന്തൊക്കെ അറിയണം. ലൂക്ക തങ്ങളുടെ കൂടെ നടന്നു വരുന്ന പ്രേമിനെ നോക്കി മുഖം ചുളിക്ക് മനസ്സിലായി പറഞ്ഞു. അവന്റെ മുഖത്തിന് ശരിയാണ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന പോലെ. പറ ലൂക്ക, ആരാ ഈ ജയ്ഷിയും? എന്താ ഫുൾ നെയിം? എനിക്കന്ന് ചെക്ക് സൈൻ ചെയ്ത ആരാ റിച്ച് മാൻ? അങ്ങോട്ടേക്ക് തന്നെയാ നമ്മൾ പോകുന്നത്. കിരണിന്റെ ബ്രദറാ, ജയ് ശിവനാഥ് മേനോൻ, ജാൻ. സ്വയം കണ്ണാടിയിൽ നോക്കി പോരായ്മ കണ്ടുപിടിക്കുകയാണ് നില. ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വൈറ്റ് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസും. എത്ര നോക്കിയിട്ടും അവൾക്കാകെ വിഷമമാണ്. എടുത്തറിയിക്കുന്ന ശരീരവടിവ് സൂക്ഷിച്ചു നോക്കിയാൽ വെളുത്ത ടീഷർട്ടിന്റെ അകത്തുകൂടി നിഴൽ പോലെ കാണുന്ന വെളുത്ത് ചുമന്ന ഷോൾഡറും നെഞ്ചിന്റെ മുകൾ ഭാഗവും. അവളൊന്ന് തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി. ടീഷർട്ടിന് മുട്ടുവരെ ഇറക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേടി? ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരുന്ന കാവ്യോടാണ് അവളുടെ ചോദ്യം. ഓ, മുട്ടുവരെ തീരെ കുറവാടി. കണങ്കാലി വരെയുള്ള ടീഷർട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇന്നലെ പോയി വാങ്ങാം. എന്തേ? കാവ്യ നിലയെ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരുപാട് അങ്ങ് ആക്കേണ്ട കേട്ടോ. നീ ഒന്ന് നോക്കിയേ, എന്റെ ബാക്ക് കാണുന്ന കണ്ടോ നീ? കാവ്യ തിരിച്ചു കളിയാക്കിയെങ്കിലും എവിടെയോ ഒരു നിരാശയുണ്ട് അവൾക്ക്. പാൻറ് ഇട്ടിട്ടുണ്ടല്ലോ, അതല്ലേ കാണുന്നുള്ളൂ എന്റെ പൊന്നു നില. നീ ഒന്ന് വന്നേ, നമുക്ക് പോവാം. എല്ലാവരും ഇതൊക്കെ തന്നെ ഇടുന്നത്, നിനക്ക് ഇട്ടൊരു ശീലമില്ലായിട്ടാ. ഒരുവിധം അവളെ കാവ്യ പറഞ്ഞു മനസ്സിലാക്കി. പുറകുവശം മറക്കാനായി നിവർത്തിട്ടിരുന്ന നിലയുടെ മുടി കാവ്യ തന്നെ ഭംഗിയിൽ പോണിറ്റയിൽ കെട്ടിവെച്ചു കൊടുത്തു. കുറച്ച് മുല്ലപ്പൂടി വെക്കടി, നാദ് അപ്പാരൽസിന് തന്നെ അപമാന. നീ തങ്ങളുടെ സാധനങ്ങളെല്ലാം ബാഗിലാക്കി അവർ ഗസ്റ്റ് റൂം അടച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി മാൻഷന്റെ അകത്തേക്ക് കയറേണ്ട കാര്യമില്ലല്ലോ. ആര് നിർബന്ധിച്ചാലും ഇനിയുടെ സ്റ്റേ ചെയ്യില്ലെന്ന് നില ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു. മറ്റു സ്റ്റാഫുകൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ തന്നെ തങ്ങൾക്കും മതിയെന്ന് അവർ ഓർത്തു. ശ്രീ പാർവതി ഹോസ്പിറ്റലിൽ പോകാൻ നേരം രണ്ടാളോട് യാത്ര പറഞ്ഞിരുന്നു. വൈകുന്നേരം വരുമ്പോൾ കാണാമെന്നും പറഞ്ഞാണ് ശ്രീ പോയത്. ഔട്ട് ഹൗസിന്റെ അകത്ത് കയറി അവിടെയുള്ള റൂമിൽ സാധനങ്ങൾ വെച്ച് തങ്ങളുടെ ഫോൺ മാത്രം കയ്യിലെടുത്ത് മറ്റു സ്റ്റാഫുകൾ നിൽക്കുന്നിടത്തേക്ക് അവർ ചെന്നു. ആകെ വിഷമിച്ചിരിക്കുകയാണ് ഡാലിയ. കീർത്തന കമലയെ കൂട്ടിട്ടിയപ്പോൾ ഡാലിയെ നൈസായിട്ട് തഴഞ്ഞ ലക്ഷണമാണ്. നിലയും കാവ്യയും കണ്ടപ്പോൾ ഡാലിയക്ക് സന്തോഷമായി.
പക്ഷെ കാവ്യവളെ മൈൻഡ് ചെയ്തില്ല. നില ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അതെ, എന്നെ കൂടി നിങ്ങളുടെ കൂടെ കൂട്ടുവോ? വളരെ നിഷ്കളങ്കമായ ചോദ്യം. കാവ്യ ഡാലിയയുടെ ദയനീയമായ മുഖത്തേക്ക് നോക്കി. അയ്യോ വേണ്ടടി, ഞങ്ങൾ പാവങ്ങൾ, വെറും പ്യൂൺ സ്ഥാനത്തുള്ളവരാ. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, ഏത് നിമിഷവും സീനിയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ളവർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടി ഡാലിക്ക് ബുദ്ധിമുട്ടാവും, കാവ്യ പുച്ഛത്തോടെ പറഞ്ഞു. കാവ്യ മിണ്ടാണ്ടിരിക്കുക. നില കാവ്യയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഡാലിക്ക് നേരെ തിരിഞ്ഞു. എന്താ കീർത്തനല്ലേ നിന്റെ കൂടെ? കീർത്തന അവളെ പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയതും നിലയോട് കീർത്തനക്കുള്ള ദേഷ്യമെല്ലാം ഡാലിയ കാവ്യയോടും നിലയോടും പറഞ്ഞു. താൻ ഒറ്റപ്പെട്ടു എന്നും കൂട്ടത്തിൽ കൂട്ടാമോ എന്നും കാവ്യയുടെ കൈ പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുമ്പോൾ ഡാലിയ ചോദിച്ചു. അവൾ അത്രക്കങ്ങ് വിശ്വസിച്ചില്ലെങ്കിലും കൂടെ നിന്നുള്ള അവർ സമ്മതിച്ചു. കീർത്തനെ അമരി അപ്പോഴേക്ക് അവിടെ എത്തിയിരുന്നു. എല്ലാവരെയും ഒരേ ഡ്രസ്സിൽ കണ്ടപ്പോൾ നിലക്കൽപ്പം കോൺഫിഡൻസ് ഒക്കെ വന്നു. നീലാംബരി ഓൾറെഡി മറ്റൊരുവന്റെ സ്വന്തമാണെന്നും അവളുടെ എൻഗേജ്മെന്റ് അടുത്തയാഴ്ചയാണെന്നും മനസ്സിലാക്കി കീർത്തനയ്ക്ക് നിലയോടുള്ള സമീപനത്തിൽ അല്പം അയവ് വന്നു. ഇപ്പോൾ തന്റെ ശരിക്കുള്ള ശത്രു ആവണിയാണെന്ന് കീർത്തന തീർച്ചപ്പെടുത്തി. വല്ലാത്ത ക്ഷീണം തോന്നി ജാന്. രാവിലെ വർക്കൗട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. പോരാത്തിന് ഇന്നലെ ഉറക്കവും കിട്ടിയില്ല. സ്വിമ്മിംഗ് പൂളിനടുത്തുള്ള ഗാർഡന്റെ സൈഡിലെ ചേറിൽ ഇടതുകാലിന് മുകളിൽ വലതുകാൽ കയറ്റി മടക്കി വെച്ച് തലക്ക് പുറകിലായി കൈകൾ കോർത്ത് കണ്ണടച്ച് ചാരിയിരുന്നു അവൻ. വെയിലത്ത് കണ്ണുമടച്ച് ചാരിയിരിക്കുന്നവനെ കിരണും ലൂക്കയും ചൈതന്യവും പ്രേമം നടന്നു വരുമ്പോൾ തന്നെ കണ്ടിരുന്നു. ഇവന് വെയിലത്തുണക്കാണ്ടിരിക്കുകയാണോ? ജാൻ ഡാ എഴുന്നേക്കടാ, അവരെത്തി. കിരൺ പറയുന്ന കേട്ട് ആദ്യ ഇരിപ്പിലിരുന്നുകൊണ്ട് തന്നെ അവൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി. ജസ്റ്റ് ഒരു ഹായ്, അത്രേ അവനിൽ നിന്നുണ്ടായുള്ളൂ. സൂം മീറ്റിംഗ് സമയത്ത് പ്രേമിനെ കണ്ട പരിചയം ജാനുണ്ട്. അല്ലാതെ തന്നെ ലൂക്കയുടെ പാർട്ട്ണറാണ് പ്രേമെന്ന് അവനറിയാം. ചൈതന്യ അവന് നേരെ കൈ നീട്ടി. കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. പക്ഷേ ചൈതന്യ അപ്പോഴും ജാൻ എന്ന മായിക ലോകത്ത് തന്നെയായിരുന്നു. അതേ സമയം തന്നെയാണ് ആവണി അവിടേക്ക് വന്ന്. ആവണിക്ക് ചൈതന്യ ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം മുംബൈയിൽ വെച്ച് രണ്ടാളും പല ഈവന്റിലും പാർട്ടിയിലൊക്കെ പരിചയപ്പെട്ടിട്ടും കൂട്ടുകൂടിയിട്ടുമുണ്ട്. കണ്ടപാടെ രണ്ടുപേരും ഹഗ് ചെയ്യുകയും കുശലാന്വേഷണമൊക്കെ തുടങ്ങി. ഹേയ്, ഇത് നിന്റെ ഫാമിലിയാണോ? വാട്ട് എ സർപ്രൈസ് ആവണി. ഓ, അപ്പൊ നീയാണോ മോഡല്? ആവണി തിരിച്ചും ചോദിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഒരിടത്തേന് അവരിരുന്നു. ആവണി താൻ ഇവിടെ എത്തിയ വിശേഷങ്ങൾ ചൈതന്യയോട് പറഞ്ഞു. ഓ, അപ്പൊ മറ്റേ ഹിന്ദിക്കാരൻ അവൻ നിന്റെ കൂടെ ഇല്ലേ? ഒന്ന് പതിയെ പറ. അവനൊക്കെ എന്നേ ചത്തുകളഞ്ഞു, ക്യാൻസർ ആയിരുന്നു. കൂടെ നടന്നിട്ടൊരു ഉപയോഗം ഉണ്ടായില്ല. സ്വത്തുക്കളെല്ലാം അവൻ്റെ അനിയന്റെ കയ്യിലായി. അവനാണെങ്കിൽ വേറെ റിലേഷനായിരുന്നു. അവളെ കളിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ച, നടന്നില്ല. പക്ഷെ അത് ഭാഗ്യമായി മോളെ. നീ അങ്ങോട്ട് നോക്ക്, ആയിരിക്കുന്ന മുതലില്ലേ, ആരാന്ന വിചാരം? അവസാനം ജാനെ നോക്കി ആവണി പറഞ്ഞു. ഓ, നിന്റെ അടുത്ത ഇര അവനാണോ? അല്പം നിരാശയോടെ ചൈതന്യം ചോദിച്ചു. ഇരയോ? ഇത് ഇരയല്ല, എൻ്റെ സ്വപ്നം, നടക്കാൻ പോകുന്ന എൻ്റെ സ്വപ്നം. നമ്മൾ എത്ര തന്നെ ചാടിയാലും അവസാനം ഒരു ചട്ടിയിൽ ഒതുങ്ങണല്ലോ. അതും ലൈഫ് സെറ്റ് ആവറായി എന്ന് തോന്നുമ്പോൾ ആ പോയിന്റിൽ ഞാൻ സ്റ്റക്കായി. ഇനി പഴയ പോലുള്ള ലൈഫ് എനിക്ക് വേണ്ട ചൈതന്യ. നിന്റെ സെലക്ഷൻ കൊള്ളാം, കിട്ടിയാ നീ രക്ഷപ്പെട്ടു. എന്തൊരു ബോഡിയാവൻ്റെ. ഒരു ദിവസത്തേക്ക് നീ തരുവടി എനിക്ക് അവനെ? ആർത്തിയോട് ആഹാരം പങ്കിടുന്ന ലാഘവത്തിൽ ചൈതന്യം ചോദിച്ചു. ആ വെള്ളങ്ങ് വാങ്ങിയൊക്കെ മോളെ, നീ വേറെ ആളെ നോക്കോ. നീ മാത്രമല്ല, ഇവിടെ കുറെ അവളുമാരുണ്ട്. ഇപ്പൊ കാണാൻ നിനക്ക്. അതിലൊരുത്തിയുണ്ട്, ഒരു ഭൂലോകരമ്പ. ഇവളുമാരിൽ നിന്നൊക്കെ അവനെ പൊഞ്ഞു പിടിക്കേണ്ട അവസ്ഥ എനിക്കിപ്പോ. പള്ളിയനിച്ചുകൊണ്ട് അവനി പറഞ്ഞു. അപ്പൊ നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അത് പിന്നെ അങ്ങനെയല്ല, വീട്ടുകാരൊക്കെ ഏതാണ്ട് പറഞ്ഞു വെച്ചേക്കുക. പകർച്ച മറച്ചു വെച്ച ആവണി പറയുമ്പോൾ ചൈതന്യ കാര്യങ്ങളുടെ കിടപ്പുവശ അപ്പോഴേക്കും മനസ്സിലായിരുന്നു. ഓ, പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ചെക്കനെ കിട്ടിയെന്ന് പറഞ്ഞാ പോരെ. ഇടക്ക് ഞാൻ കയറി കോളടിച്ച എന്നെയൊന്നും പറഞ്ഞു വെക്കരുതേ. ചൈതന്യയുടെ വല്ലാത്ത വർത്തമാനവും ജാന് നേരെയുള്ള നോട്ടവും എല്ലാം കൂടി കണ്ടപ്പോൾ ആവണിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ പോവില്ലോ എന്ന് ആലോചിച്ചപ്പോൾ സമാധാനവും തോന്നി. രണ്ടുപേർക്കും പരസ്പരം അവരുടെ സ്വഭാവ ഗുണം നല്ലപോലെ അറിയാം. പെട്ടെന്നാണ് ഔട്ട് ഹൗസിന്റെ സൈഡിലുള്ള വഴിയിലൂടെ വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും ബ്ലാക്ക് ഷൂവും ധരിച്ച മാലാഖമാർ നടന്നു വന്ന് എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് ചലിച്ചു. ലൂക്കക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. യൂണിഫോമായിട്ട് എല്ലാവർക്കും പർദ്ദ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു ലൂക്ക ചിന്തിച്ചു പോയി. കീർത്തനയും അമലയും ഫയലിൽ നോക്കി എന്തൊക്കെയോ സീരിയസ് ആയി സംസാരിക്കുകയാണ്. തൊട്ടുപിറകിൽ ഡാലിയയും മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. അവർക്ക് പുറകിലായി നിലയും കാവ്യയും അശ്വിനും വരുന്നു, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ കളിച്ചിരിച്ചു വരികയാണ് നമ്മുടെ കാവ്യയും നിലയും. ചെയറിൽ അല്പം നിവർന്നിരുന്നു ജാൻ. അവന്റെ നോട്ടം മുഴുവൻ ഒരുവളിൽ മാത്രമായിരുന്നു. പക്ഷേ പലരുടെയും നോട്ടം അവളിലായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. ലൂക്ക വേഗം അവർക്കടുത്തേക്ക് ഓടുന്ന എല്ലാവരും നോക്കിയിരുന്നു. ഓരോരുത്തരെയും അടിമുടി നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ലൂക്ക. നീലാംബരിക്കടുത്തെത്തി അവളുടെ മുടിയിലൊക്കെ പിടിച്ചു വലിക്കുന്നു. അവൾ കണ്ണുരുട്ടി ലൂക്കയെ പേടിപ്പിക്കുന്നൊക്കെ ഒരു കാഴ്ചയായി മാറി. ലൂക്ക, ഈ പൂളിന് ആഴമുണ്ടോ? നമ്മൾ ചാടിയ ചാവുമോ? നിലയുടെ സംശയം കേട്ട് ലൂക്ക അവൾ വലിച്ച് പൂളിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തള്ളിയിടുന്ന പോലെ ആക്ഷൻ കാണിച്ചു. അവൾ പേടിയോടെ ലൂക്കയുടെ കയ്യിലടിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർ ചിരിയോടെ നോക്കിയിരുന്നു. ഒരു ചിരിയോടെ കിരൺ അവളുടെ അടുത്തേക്ക് നടന്നു. അവന് ഓരോന്നും പറഞ്ഞില്ലേ വട്ടിളക്കിക്കൊണ്ടിരുന്നു. ചൈതന്യക്ക് നീലാംബരിയെ ആ പൂളിൽ മുക്കി കൊല്ലാൻ തോന്നി. മേക്കപ്പും ട്രീറ്റ്മെന്റും ഒന്നും ഇല്ലാതെ തന്നെ അവളെ കാണാൻ അത്രക്ക് ഭംഗിയായിരുന്നു.
ലൂക്കയോട് ലേഡീസ് ആരും വേണ്ട എന്ന് ആദ്യമേ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെയുള്ളവരെല്ലാം ലേഡീസ് മാത്രമാണ്. മൂവി ലൊക്കേഷൻ വല്ലതും ആയിരുന്നെങ്കിൽ കളഞ്ഞിട്ട് പോവായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ ഷൂട്ട് ആരംഭിച്ചു. ആദ്യത്തെ കോസ്റ്റ്യൂം ബട്ടർഫ്ലൈനൊക്കെയുള്ള വൈറ്റ് ക്രിസ്റ്റൽ ഫ്ലോർ ലെങ്ത് ഗൗൺ ആയിരുന്നു. നീലാകാശവും ക്ലാസിക് ലൈറ്റ് ബ്ലൂ സ്വിമ്മിംഗ് പൂളും എല്ലാം ക്രിസ്റ്റൽ ഗൗണിനെ കൂടുതൽ ആകർഷകമാക്കി. മറ്റു സ്വഭാവദൂഷ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ചൈതന്യ ആ ഗൗണിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഉച്ചയോടടുത്തപ്പോൾ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറി. വെയിലുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ അവസ്ഥ. പക്ഷെ ചൂട് അപാരമായിരുന്നു. രാജകുമാരിയെ പോലെ ഷോ കാണിച്ചെന്ന ചൈതന്യക്ക് ചൂട് കാരണം ദേഷ്യം വരാൻ തുടങ്ങി. കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഓഫീസ് അസിസ്റ്റന്റുമാരിൽ അവർ ആ ദേഷ്യം കാണിക്കാൻ തുടങ്ങി. എടുത്ത ഫോട്ടോസ് ചെക്ക് ചെയ്യാണ് പ്രേം. പക്ഷെ അപ്പോഴും ചൈതന്യ പൂളിരുന്ന് വെയിൽ കൊള്ളുകയാണ്. തണലിൽ നോക്കി പോയിന്ന് ചിരിച്ചു മറിയുന്നവളെ കാണെ ചൈതന്യയുടെ കുരുപൊട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.